എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയോട് നന്ദു ആ കാര്യങ്ങളൊക്കെ പറയണേ. എനിക്ക് നല്ല സംശയമുണ്ട് അനാമയുടെ കാര്യത്തില്. അവള് നമ്മളോട് കള്ളത്തരം പറയുന്നതാണോന്ന്. അവൾക്ക് എന്നെ ഈ പറയുന്ന ഇഷ്ടമൊന്നുമില്ല. അനന്തപുരിയുടെ സ്വത്തിൽ മാത്രമാണ് അവളുടെ കണ്ണെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അനി. പക്ഷെ അവൾ നിന്റെ ഭാര്യയല്ലേ, നീ അവളെ അങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് കാണരുത്. നീ അവളെ സ്നേഹിക്ക്, അവള് നിന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, നീ ഇങ്ങനെ തന്നെയാണോ നന്ദു പറയണെന്ന് ചോദിക്കുക. നിനക്കറിയാലോ അവളുടെ സ്വഭാവം. എന്നെക്കാളും കൂടുതലായിട്ട് നീ അവളെ മനസ്സിലാക്കിയിട്ടില്ലേ. ഒന്നും രണ്ടും അല്ലെ, എത്രയോ വട്ടം നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവൾ അവള്. പിന്നെ നിനക്ക് എങ്ങനെ അവളോട് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ കഴിയണമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നന്ദു എന്ത് ചെയ്യണം, എന്നാ ശരി ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ നന്ദു പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായി. പിന്നീട് നന്ദു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കനക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ നന്ദുട്ടാ, കയ്യിൽ 2 കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. അതെ, എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്നാന്ന് പറയണേ. ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നോ? ആര്? ആ ഗോകുലൊക്കെയാ? അതെ, എനിക്ക് നല്ല സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ എന്ന് പറയാ. ഇത് കേട്ടപ്പോ നന്ദു ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ വെച്ചേ? അല്ല, നീ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് വായിക്കിട്ടും പിടിച്ചോണ്ട് വന്നപ്പോ എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി ആ അനിയെങ്ങാനും ആണോ തന്നേന്ന്. അനിയുടെ മുഖം എന്റെ മനസ്സിലേക്ക് വേണമെന്ന് പറയാം. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നല്ലേ, അനിയൊന്നും തന്നല്ലെന്ന് പറയാം. നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ആണെങ്കിൽ നിർത്തിക്കോണം കേട്ടോ. അറിയാലോ, നിന്റെ ചേച്ചിമാരുടെ ജീവിതമാണ് തകരാൻ പോകുന്നേ. നിന്റെ ജീവിതം തകരും. അങ്ങോട്ടെങ്ങാനും കയറി ചെല്ലാന്നുള്ള മോഹം എന്തേലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ നല്ലത്. ഒരിക്കലും അത് നടക്കാൻ പോകുന്ന ബന്ധമല്ല. ആ അനാമികയുടെ അനിയുടെ കല്യാണം കഴിഞ്ഞാന്നുള്ള കാര്യം നിനക്കറിയാൻ മേലേ. പിന്നെ നീ എന്തിനാ അവന്റെ പുറകെ നടക്കണമെന്ന് ചോദിക്കാം. അമ്മേ, ആരാരുടെ പുറകെ നടന്നാ പറയണേ? ഞാൻ ആരും പുറകെ നടന്നിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, എനിക്ക് അത്രയും കൂടെ വിശ്വാസം പോരാ. പഴയ നന്ദു ആയിരുന്നെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയല്ല, അമ്മയ്ക്ക് അങ്ങനെയാ തോന്നുന്നെങ്കിൽ അമ്മ അങ്ങനെ തന്നെ വെച്ചോളാൻ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് കയറി പോകണം. കനയ്ക്ക് ടെൻഷനായി. എന്റെ ഭഗവാനെ, ഇനി എങ്ങനെ അനിയെ കാണാൻ പോയതാണോ, അവനെങ്ങാനും മേടിച്ചു കൊടുത്ത് ഗിഫ്റ്റ് ആണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായി. അങ്ങനെ വരാൻ വഴിയില്ല എന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയാണ് കനക. ഈ സമയം ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു നയന. കാരണം അനാമിക പറഞ്ഞ ഓരോ വാക്കുകളും വരെ അവളുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ നന്ദു അനിയും കൂടെ കണ്ടിട്ടുണ്ടായിരിക്കണം. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അനിയൻ നന്ദുവിനെയും കൂടെ എങ്ങനെയല്ലോ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓരോരോ മാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കരുതുകയാണ്. പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവേനയാണ് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയുടെ മോൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ അമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാ. പിന്നീട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. നന്ദുവിന്റെ അനിയുടെ കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേന പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, മോള് തന്നെ നന്ദുവിനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കാൻ പറയണേ. ഞാനിനി എന്താന്ന് പറഞ്ഞ അമ്മ ഉപദേശിക്കുന്നേ? ഞാൻ പറയുന്നതിന് ഒരു പരിധിയില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചുമ്പോൾ അവര് തമ്മിൽ ഒന്നും ഇല്ലെന്നാ പറയണേ. ഇനിയിപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഏകദേശമൊക്കെ ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നന്ദുവിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാലോ. അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആരുടെയും പുറകെ പോകുന്ന പെൺകുട്ടിയല്ല. അവളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കയറി വന്ന ഒരാളാണ് ഈ അനിയ. അപ്പൊ അനിയെ പെട്ടെന്ന് മറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കില്ലായിരിക്കും. അവൾക്ക് അല്ല, അവന് വേണ്ടിയിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ പോലും തുനിഞ്ഞ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് ഈ ബന്ധം നടത്തേണ്ടതല്ലായിരുന്നോ? ശരിക്കും പറഞ്ഞാല് നിന്റെ കയ്യിലല്ലേ മോളെ കുറ്റം. ഇങ്ങനെയൊക്കെ ആയിരുന്നു അറിയുമായിരുന്നെങ്കിൽ ഈ ബന്ധം അങ്ങ് നടത്തുമായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഇന്ന് ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടാരും ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ലമ്മേ, ഒരാളും കൂടി ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നത്തെ അവസ്ഥ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഓർത്തിട്ടാ ഞാനൊന്നും വേണ്ടാന്ന് വെച്ചേ. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ടായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അനാമികയുടെ സ്വഭാവം. ഇനിയിപ്പം അനാമിയെ അനിയെ എങ്ങനെയാലും ഒന്ന് ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. ദേവേനി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അനിയെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ മനസ്സല്ലേ, നമുക്ക് അങ്ങനെ ഒരാളുടെ മനസ്സിലേക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റുമോ എന്താന്ന്? നമ്മുടെ നമ്മുടെ മുന്നിൽ നിന്ന് ഓരോന്ന് പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് മാറി എന്നിട്ട് എന്താ കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കണം. പെട്ടെന്ന് ദേവേനി ദേഷ്യപ്പെടുവാണ്. അതെ, ഇവളോട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു, ഇവളുടെ അനിയത്തിനെ മര്യാദയ്ക്ക് നിർത്തണമെന്ന്. അതിനിപ്പം നന്ദു എന്ത് തെറ്റിയെന്ന? അനിയും നന്ദുവും തമ്മിൽ കാണുന്നതിന്റെ പേരിൽ അനാമിക ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാ. അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു പറയാം. അതിന് ഇവളെ വഴക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനമ്മേ? അനി ഇവളല്ലല്ലോ എന്ന് പറയണ. ഞാനും ഇവളൊക്കെ മാക്സിമം അനിയോടും നന്ദുവിനോടൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാ. ഇനിയിപ്പം ഇവിടെ വമ്പ വഴക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം
നയന പറഞ്ഞു, അത് പിന്നെ ഞാനും നന്ദുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടാ. പക്ഷേ എങ്കിൽ അവരിപ്പോഴും കാണുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവള് ട്രെയിനിങ്ങിന് പോവല്ലേ, ഇനി ഇവിടെ കാണില്ലല്ലോ. ആ ഒരു സമാധാനമുണ്ട്. ഒരു പക്ഷെ ആ സമയത്ത് ഇനിയിപ്പം അനിയുടെ മനസ്സ് മാറിയല്ലോ, ചിലപ്പോൾ നന്ദുവിന്റെ മനസ്സ് മാറാനും അത് മതി. കുറച്ചാൾ കാണാതിരുന്ന് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ മനസ്സ് മാറുമായിരിക്കും. പോരാത്തതിന് അനി അനാമിക ഒന്ന് സ്നേഹിച്ചു തുടങ്ങണം. സ്നേഹിച്ചു തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. അനാമയുടെ 7 അയലക്കത്തേക്ക് പോലും അനി പോകുന്നും കൂടെ ഇല്ല. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെ ഒരാളെ ഫോഴ്സ് ചെയ്ത് സ്നേഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് നയന, നിനക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. ഒരു പക്ഷേങ്കിൽ അന്ന് അനിയുടെ നന്ദുവിന്റെ കല്യാണം നടത്തുമായിരുന്നെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അന്ന് നിന്നോടും ആകുന്നേ പറഞ്ഞല്ല ഞാൻ. അവസാന നിമിഷം ഞാൻ അതിനെ ഇറങ്ങി തിരിച്ചാ. പക്ഷെ നീയാ പറഞ്ഞ വേണ്ട ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞ് അന്ന് നടക്കുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചോദിക്കണം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയൊക്കെ തന്നെയാ, പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് ആദർശേട്ടൻ എന്താ ചിന്തിക്കാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ അനാമിക പോയി നിൽക്കുവാണ്. എന്ത് ചെയ്യണം നടത്തില്ല. ആ നന്ദു എന്ന് പറയുന്നവള് ഇന്നിങ്ങോട്ടേക്ക് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ തനിക്കിട്ടുള്ള പണിയായിരിക്കും. അവൾ വന്നു കഴിയുമ്പോൾ അവളെ താൻ സൽക്കരിക്കണമെന്ന് നവ്യ പറഞ്ഞിരിക്കുന്നേ. ദൈവമേ, വല്ലാത്തൊരു ഇതായി പോയല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേവതിയും വേണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അനാമിയെ കാണാനായിട്ട്. അപ്പൊ അവരോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അനാമിയ ഇറങ്ങിച്ചെന്നു. ആ വരാൻ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ജാനകിയും ജലജയും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് രേവതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, എന്റെ മോളുടെ കർണമൊക്കെ ഇവിടെ അടിച്ചു പൊട്ടിച്ചെന്ന് പറയുന്ന കേട്ടു. അതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അയ്യോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ട് കാര്യമല്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, എത്രയാന്ന് വെച്ചാൽ എന്റെ മോള് സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്നേ. ഇവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇപ്പൊ വീട്ടിലേക്ക് പോന്നേനെ. എന്റെ മോള് പാവമായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, പോട്ടെ, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കുക, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം വേണു പറഞ്ഞു, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഞാനൊരു പോക്ക് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ടേക്ക് വിടത്ത് പോലും ഇല്ലെന്ന് പറയാണ്. ഈ സമയം അനാമി പറഞ്ഞു, അച്ഛനും അമ്മയും വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ മുറിയിൽ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് വേണുവിനോട് പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയണം. അതെന്താ മോളെ, എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നവ്യ എന്ന് പറയുന്ന ആള് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമുക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ലാന്ന് പറയാം. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ പത്തി മടത്തുന്ന നല്ലത്. ഇന്ന് ആ നന്ദു എന്ന് പറയുന്നവള് വന്നു കഴിയുമ്പോൾ അവളെ സൽക്കരിക്കണം. അല്ല മോളെ, നീ അങ്ങോട്ട് ചെന്ന് അങ്ങനെ സൽക്കരിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബുദ്ധിമുട്ട് വെച്ചോണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? അവളുടെ മുന്നിലേക്ക് പോയി നിൽക്കണം, നിൽക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നന്ദു വരുവാണ്. നന്ദു വന്നു കഴിഞ്ഞപ്പോൾ നയനിക്കും ദേവേനിക്കും ഭയങ്കര സന്തോഷമായി. ദേവേനെ അത് പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നയനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബാ നന്ദു എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പോഴേക്കും ആദർശം വന്നു. ആദർശം വന്നിട്ട് പറഞ്ഞു, അതെ നാളെ പോവാ ട്രെയിനിങ്ങിനല്ലേന്ന് ചോദിക്കാം. അതേ ആദർശേട്ടെന്ന് പറയാം. ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ടേക്കെന്ന് ചോദിക്കാം. ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് അവധിയൊന്നും കിട്ടത്തില്ലായിരിക്കും, കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് ആ ഗ്യാപ്പിന് ഞാൻ വരുമെന്ന് പറയണം. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വന്നു. അനിയുടെ മുഖത്തേക്ക് നന്ദു ഒന്ന് നോക്കി. ഈ സമയം ആദർശം നയനെ നന്ദുവിനെ അനിയെ നോക്കുവാണ്. അവര് തമ്മിലുള്ള ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി രണ്ടുപേരുടെ ഉള്ളിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുള്ള ആ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിനോട് തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, അതെ നിന്നോട് ഉപദേശിക്കുമെന്ന് കരുതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദി ചോദിച്ചു, എന്താ ചേച്ചി? അല്ല ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അനിയുമായിട്ട് ഇനി പഴയ പോലെ ഒരു കൂട്ടുകെട്ടും വേണ്ടാന്ന്. അതിനിപ്പം ഞാൻ അവനുമായിട്ട് അങ്ങനെ ഒരു കൂട്ടുകെട്ടൊന്നും ഇല്ലാന്ന് പറയണം. മോളെ നിനക്കറിയാലോ നിന്റെ ചേച്ചിയുടെയും ജീവിതം ഇവിടെ എങ്ങനെയാന്നുള്ളത്. അതൊക്കെ അറിയാം. എൻ്റെ ജീവിതം ഇപ്പോൾ സേഫായി, പക്ഷെ നിന്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. 2 മരുമക്കള് ഇവിടെ ഉണ്ട്. പിന്നെ ആ കൂടെ നിന്നെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ എത്രമാത്രം പൊട്ടിത്തെറിയുണ്ടോ നിനക്കറിയാലോ. അതിനേക്കാൾ ഇവര് അനിയുടെ അനാമയുടെ കല്യാണം കഴിഞ്ഞാണ്. അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇനിയിപ്പം അവരെ തമ്മിൽ പിരിക്കാനും നടക്കുന്ന കാര്യമില്ല. എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടേ. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നത്തിലേക്ക് കലാശിക്കോളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. അനി എന്നെ കാണാൻ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. കാരണം അവനെ കണ്ട് പഴയതുപോലെ തന്നെ സംസാരിക്കും, അത്രേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെ നിന്റെ നന്മയ്ക്ക് വേണ്ട മോളെ ഞാൻ എന്നൊക്കെ പറയണേന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ വന്നിട്ട് പറഞ്ഞു, അതെ ആരും ഫുഡ് കഴിക്കുന്നില്ലേ, കഴിക്കാനൊക്കെ വിളിക്കുവാണ്. നന്ദുവിനറിയാൻ ദേവേനയും നനയൊക്കെ എല്ലാവരും നമ്മൾ അടുപ്പത്തിലാന്നുള്ള കാര്യം. പിന്നീട് ദേവേനെ വന്നിട്ട് നന്ദുവിനോട് പറഞ്ഞു, അതെ ഞാനിവിടെ മോളോട് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാലും മോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കല കേട്ടോ എന്ന് പറയണം. എനിക്കറിയാം ആൻറ്റി, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അവർ ഫുഡ് കഴിക്കാണ്ട് പോയിരുന്നു. അപ്പൊ ആദർശവും അനിയും ദേവേനയും അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ദേവേനി പറഞ്ഞു, അതെ
മോളെ നയനെ നീയും കൂടി ഇരിക്കാൻ പറയാം. അത് വേണോ അമ്മേന്ന് ചോദിക്കുക. ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ നയനയും കൂടി ഇരിക്കുകയാണ്. പിന്നീട് അനാമിക അങ്ങോട്ടേക്ക് വരുവാണ്. അനാമിക വന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അവരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അനാമികയോട് നവ്യ ഉത്തരവിട്ടിരിക്കുന്ന നന്ദുവിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം വിളമ്പി കൊടുക്കണമെന്നാ. അപ്പൊ അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ അവളോട് അവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നിൽക്കുവാണ്. ഈ സമയം അനി അത് മൈൻഡ് പോലും ചെയ്തില്ല. അനി ഫുഡ് കഴിക്കുക. അനാമിക വന്ന് നിൽക്കുന്ന കാര്യം പോലും മൈൻഡ് ചെയ്തില്ല. ആ സമയം ആദർശ് പറഞ്ഞു, എടാ അനാമികനെ വിളിക്കണില്ലെന്ന് ചോദിക്കാം. അവൾക്ക് വിശപ്പുണ്ടെങ്കിൽ അവൾ വന്ന് കഴിക്കട്ടെ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അനാമിക പറഞ്ഞു, അതെ ഞാൻ വിളമ്പി തരാന്ന് പറയണം. ഇത് കേട്ടതും ഞാൻ ചോദിച്ചു, നീ ഒന്ന് ചോദിക്കണം. അതെ, ഞാൻ നന്ദുവിനോട് കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ഉണ്ട്. അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാന്ന് പറയണം. അത് ക്ഷമിക്കണം നന്ദു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നീ നാളെ ട്രെയിനിങ്ങിന് പോകല്ലേ, അപ്പൊ അതുകൊണ്ട് നിനക്ക് ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം അനിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.